കൊച്ചി കോർപ്പറേഷനൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് UDF-ന് സാധിക്കുന്നതാണ്. നേതാക്കന്മാരുടെ ശിങ്കിടികൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പെട്ടിപിടുത്തക്കാർക്ക് സീറ്റ് കൊടുക്കുന്നിടത്താണ് ഈ പ്രശ്നം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സമീപിക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കണം വാർഡ് കൗൺസിലർമാരായിട്ട് മത്സരിക്കേണ്ടത്. ഇവര് സംസ്ഥാന നേതാവാണ്, ജില്ലാ നേതാവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കും. അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. മുനമ്പം വിഷയത്തിലൊക്കെ BJP മുനമ്പത്തെ ജനതയെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏകദേശം നവംബർ ഒക്കെ അടുത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ UDF, LDF, അതുപോലെ തന്നെ BJP ഇവരുടെയൊക്കെ ഒരു സാധ്യത എത്രത്തോളമായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ? അതായത് 2020 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം 2025 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, ഒരുപക്ഷെ ഒക്ടോബർ അവസാനത്തോടുകൂടി വിജ്ഞാപനം ഇറങ്ങുകയും നവംബർ മധ്യത്തോടുകൂടി തന്നെ ഇലക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ മത്സരമായിട്ട് തന്നെ നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിനെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ 2020 കോവിഡിന്റെ കാലഘട്ടമായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെയും ആ ഒരു കാലഘട്ടത്തിൽ വളരെ നല്ലൊരു മെജോറിറ്റി നേടുവാനായിട്ട് LDF-ന് സാധിച്ചിരുന്നു. LDF-ന് ടോട്ടൽ വോട്ട് ഷെയറിന്റെ 40.2%, UDF-ന് 37.9%, അതോടൊപ്പം തന്നെ NDA-ക്ക് 15% നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. മൊത്തത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ 514 ഗ്രാമപഞ്ചായത്തുകൾ LDF-ഉം 321 ഗ്രാമപഞ്ചായത്തുകൾ UDF-ഉം 19 ഗ്രാമപഞ്ചായത്തുകൾ NDA-യും നേടിയിരുന്നു. അതുകൂടാണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് 108 ബ്ലോക്ക് പഞ്ചായത്ത് LDF നേടിയപ്പോൾ 38 ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് UDF-ന് നേടാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എടുത്തു നോക്കുമ്പോൾ മൊത്തമുള്ള 14 ജില്ലകളിൽ 11 ജില്ലകളിലും LDF ആണ് അധികാരത്തിൽ വന്നത്. 3 സ്ഥലത്ത് UDF, മലപ്പുറം, വയനാട്, എറണാകുളം, ഈ 3 ജില്ലകളിൽ മാത്രമാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ 43 മുനിസിപ്പാലിറ്റികളിൽ LDF വന്നപ്പോൾ 41 മുനിസിപ്പാലിറ്റിയിൽ UDF വരികയും 2 മുനിസിപ്പാലിറ്റിയിൽ NDA വരികയും ചെയ്തു. കോർപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് 4 LDF-ഉം 1 UDF-ഉം എന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയതാണ്. അപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3% വോട്ടിന്റെ ഒരു വ്യത്യാസമാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. ആ ഒരു വോട്ട് വ്യത്യാസത്തെ എങ്ങനെ UDF ഇത്തവണ മറികടക്കും എന്ന് വേണം നമ്മൾ ആലോചിക്കാനായിട്ട്. 2024 നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം, ആ വലിയ മുന്നേറ്റത്തെ ഏത് രീതിയിൽ വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരുപക്ഷെ UDF ആലോചിക്കുന്നത്. പക്ഷേ UDF-നകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് UDF-ന് നേതൃത്വം നടക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, അത് സീനിയർ നേതാക്കന്മാർ തമ്മിലുള്ള പരസ്പരം ഉള്ള വാക്പോരുകളൊക്കെ ഈ ത്രിതല പഞ്ചായത്തിനെ ബാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. സാധാരണ പ്രവർത്തകർക്ക് ജനപ്രതിനിധിയാകാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതായത് വാർഡുകളിലേക്ക് മത്സരിച്ച് അവിടുന്ന് വാർഡിന്റെ ജനപ്രതിനിധിയായിട്ട് മാറുക, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ട് മാറുക, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറായിട്ട് മാറുക, കോർപ്പറേഷൻ കൗൺസിലറായിട്ട് മാറുക, അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് മാറുക, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് മാറുക. സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്ക്, അത് CPM-ലായാലും കോൺഗ്രസിനായാലും UDF-ലായാലും LDF-ലായാലും ഈ അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് ജനപ്രതിനിധിയാകാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് അടിത്തട്ടിൽ എങ്ങനെ സജ്ജമാകുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ UDF-ന്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തകൃതിയായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ഡിവിഷനുകളിലും കൂടുതൽ വോട്ടുകൾ ചേർക്കാനും വോട്ടർ പട്ടിക പുനഃപരിശോധിക്കാനും ഇല്ലാത്ത വോട്ടുകൾ അല്ലെങ്കിൽ വ്യാജ വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഒക്കെ വെട്ടിക്കളയുന്നതിനൊക്കെ UDF പ്രവർത്തകർ വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ട്. പക്ഷേ ഈ വോട്ട് ചേർക്കലൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും UDF-നകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീറ്റ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് റിബൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന ഒരു കലാപരിപാടി UDF-നകത്തുണ്ട്. അപ്പോൾ അവിടെയാണ് UDF-ന് എപ്പോഴും ഒരു പരാജയം ഏറ്റുവാങ്ങുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഈ കൊച്ചി തന്നെ എടുക്കുമ്പോഴത്തേക്ക് എറണാകുളം ജില്ലയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചി കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അപ്രമാദിത്യമുള്ള ഒരു കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ തന്നെ സമുന്നതനായിട്ടുള്ള N വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് തോറ്റുപോയത് ഓരോ വോട്ടിനാണ്.
അവിടെ വിജയിച്ചത് BJP ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ സൃഷ്ടിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷനൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് UDF സാധിക്കുന്നതാണ്. പാർട്ടി എന്ന വികാരത്തെക്കാളും വ്യക്തികളിലേക്ക് കോൺഗ്രസ് പാർട്ടി ചുരുങ്ങുന്നുണ്ടല്ലോ ഇലക്ഷൻ വരുമ്പോൾ. അത് ഇലക്ഷൻ വരുമ്പോൾ ചുരുങ്ങുന്നതല്ല. കാരണം ഈ പണിയെടുക്കുന്ന ആളുകൾക്ക്, അതായത് വാർഡുകളിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് നടക്കുന്ന ആളുകൾക്ക് സീറ്റ് നൽകാതെ ഗ്രൂപ്പ് താല്പര്യത്തിന്റെ പേരിൽ നേതാക്കന്മാരുടെ ശിങ്കിടികൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പെട്ടിപിടുത്തക്കാർക്ക് സീറ്റ് കൊടുക്കുന്നിടത്താണ് ഈ പ്രശ്നം. ഇപ്പോൾ LDFിലേക്ക് നമ്മൾ നോക്കുക. LDFിനെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ട് അവരുടെ ബ്രാഞ്ച് കമ്മിറ്റി കൂടുന്നു. ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് വരുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അത് കൂടുതലായിട്ടും ഒരുപക്ഷെ CPMനകത്തു നിന്ന് തന്നെ ആവണം നിർബന്ധമില്ല. CPMന് പുറത്തു നിന്നുള്ള പൊതുസമ്മതരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും അവര് പല കോൺഗ്രസ് വാർഡുകളും പല കോൺഗ്രസ് ഡിവിഷനുകളും പിടിച്ചെടുക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ താഴെത്തട്ടിലുള്ള ഈ ഒരു വാർഡ് കൗൺസിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ വീടുകളിലും ചെന്ന് ഏറ്റവും കൂടുതലായിട്ട് പൊതുജനങ്ങളുടെ തെറി കേൾക്കുന്ന ഒരാളാണ് ഈ വാർഡ് കൗൺസിലർ എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് വാർഡ് കൗൺസിലർ എന്ന് പറയുന്നത്. അവിടെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാർഡിൽ, നമ്മൾ താമസിക്കുന്ന വാർഡിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ വരിക, നമ്മൾ ആദ്യം വിളിക്കുന്ന ആരെയാണ്? MLA അല്ല വിളിക്കുന്നത്, നമ്മൾ ആ വാർഡ് കൗൺസിലറെ വിളിക്കുന്നത്. അവിടെ ഇപ്പോൾ കുടിവെള്ളം എത്തിയില്ലെന്ന് വരിക, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടിയെന്ന് വരിക, അപ്പം തന്നെ നമ്മൾ വിളിക്കുക വാർഡ് കൗൺസിലറെയാണ്. അതോടൊപ്പം തന്നെ റോഡ് മോശമായിട്ട് കിടക്കുകയാണെന്ന് വരിക, അപ്പം തന്നെ നമ്മൾ വിളിക്കുന്നത് വാർഡ് കൗൺസിലറെയാണ്. അവിടുത്തെ നമ്മളുടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നില്ല എന്ന് വരിക, നമ്മൾ അപ്പം തന്നെ വിളിക്കുന്നത് അവിടുത്തെ വാർഡ് കൗൺസിലറെയാണ്. അത് എന്താവശ്യത്തിനും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സമീപിക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കണം വാർഡ് കൗൺസിലർമാരായിട്ട് മത്സരിക്കേണ്ടത്. മറിച്ച് ഒരു ജനപ്രതിനിധിയാവുക, അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, അതല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ ആവുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ ചെയർമാൻ ആവുക, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്ന ഒരൊറ്റ ആഗ്രഹത്തോടുകൂടി മത്സരിക്കുന്നവരെയൊക്കെ ജനങ്ങൾ പരാജയപ്പെടുത്തും. അതാണ് ത്രിതല പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനായിട്ട് അവന് ശേഷിയുണ്ടോ എന്നാണ് ജനങ്ങൾ പരിശോധിക്കുക. ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഒരിക്കലും പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്, വ്യക്തികളെ നോക്കിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ DYFI ഒക്കെ സംബന്ധിച്ചിട്ട് ഈ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ DYFI പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീടുകളിൽ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർദ്ധക്യ പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് ഈ സഹകരണ ബാങ്കിൽ നിന്നൊക്കെയുള്ള ജീവനക്കാരാണ് വീടുകളിലേക്ക് പോകുന്നത്. അതെല്ലാം CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളാണ്. അപ്പോൾ അവർക്ക് ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. ആ അടുപ്പം വെച്ചിട്ട് അവർ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, തൻ്റെ വീടിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തങ്ങൾ വിളിക്കുന്നത് ഇപ്പോൾ DYFIക്കാരനാണെങ്കിൽ DYFIക്കാരൻ, അല്ലെങ്കിൽ മറ്റേ ഈ ബാങ്കിൻ്റെ ആണെങ്കിൽ ബാങ്ക്. ആശാ വർക്കർമാരുണ്ട്. ഈ ആശാ വർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും എനിക്ക് തോന്നുന്നു CPM അനുഭാവമുള്ള ആളുകളാണ്. കാരണം ഈ ആശാ വർക്കർമാരൊക്കെ അടുത്ത പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് കഴിഞ്ഞാൽ അവർക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുക. കാരണം ഈ ആശാ വർക്കർമാർ ഓരോ വീട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടിയെത്തുന്നവരാണ് ഈ ആശാ വർക്കർമാർ. അപ്പോൾ ആശാ വർക്കർമാരവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ CPMന്റെ ഒക്കെ പലപ്പോഴുമുള്ള 2020 നടന്ന ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേമാതിരി 3% ഒരു മാർജിൻ, അവർക്ക് 3% വോട്ട് വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അവർ വിജയിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് ഇപ്പോഴത്തെ UDFിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് LDFിലും നേരിടാൻ പോകുന്നൊരു പ്രശ്നമാണ്. LDF അതിനെയൊക്കെ ബാലൻസ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ UDFിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ടാവും. അതായത് ഘടകകക്ഷികളുടെ കാര്യം പറയുന്നത്, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ്, RSP, ഇത്രയും ഓക്കെ. അതിന് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള ചില പാർട്ടികളുണ്ട്. ഈ പാർട്ടികളുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടിരിക്കുന്ന ആളുകൾ പോലും സ്വന്തം വാർഡിൽ അവർക്കിപ്പോൾ ഒരു അണി ഉണ്ടാവത്തില്ല, അവർക്കൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ടാവത്തില്ല, അവർക്കൊരു ബൂത്ത് കമ്മിറ്റി ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മുനിസിപ്പൽ ഡിവിഷനിലേക്കും കോർപ്പറേഷൻ കൗൺസിലിലേക്കും ഒക്കെ സീറ്റ് നൽകേണ്ട ഒരു ഗതികേട് UDFിനുണ്ടാവും. അവർക്ക് ജനങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. ഇവര് സംസ്ഥാന നേതാവാണ്, ജില്ലാ നേതാവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കും. അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഈ മുന്നണി മര്യാദയുടെ പേരിൽ UDFിന് ഇവർക്ക് സീറ്റ് നൽകേണ്ട ഗതികേടുണ്ടാവും. ഈ ഗതികേട് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അതുവരെ അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അയാൾ സൈലന്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അയാൾ റിബലായിട്ട് മാറും, അതല്ലെങ്കിൽ പിന്നീട് അയാൾ LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാറും.
ഇങ്ങനെയുള്ള ചില വെല്ലുവിളികൾ UDF-നെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ തന്നെ പല ഘടകകക്ഷികളുടെയും നേതാക്കന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന ഡിവിഷനിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ചർച്ചയിൽ ഈ പേരെന്ന് പറയണം. ഞാനപ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം ഇവരുടെയൊക്കെ കൂടെ ഒരണി പോലും ഇല്ലെന്നേ. ഇവർക്ക് സ്വന്തമായിട്ട് നിയോജക മണ്ഡലം കമ്മിറ്റി ഇല്ലാത്ത, സ്വന്തമായിട്ട് മണ്ഡലം കമ്മിറ്റി ഇല്ലാത്ത, ബൂത്ത് കമ്മിറ്റി പിന്നെ പോട്ടെ, നിയോജക മണ്ഡലം കമ്മിറ്റി ഇല്ലാത്ത ഘടകകക്ഷികളുടെ ചില സംസ്ഥാന ഭാരവാഹികളൊക്കെ ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ മത്സരിക്കാൻ, അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കുപ്പായം ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് UDF-ന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കുന്നത്. അതൊരു ഗതികേടല്ലേ? അതേസമയം CPM-നകത്ത് CPM പറയുന്നതിനപ്പുറത്തേക്ക് ഒരാൾക്കും ചാടാൻ പറ്റത്തില്ല. CPM അവിടെ കർശനമായ ഒരു നിർദ്ദേശം വയ്ക്കും, ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടോ, സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കും. ആ സ്ഥാനാർത്ഥിയെ കൃത്യമായി നോക്കിയതിനു ശേഷം മാത്രമേ അവിടെ അവർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കത്തുള്ളൂ. ഇവിടെ VD സതീശന്റെ നിലപാടിനോട് എനിക്ക് കുറച്ചൊക്കെ ഒരു യോജിപ്പുണ്ടാവുന്നതോടെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ കൃത്യമായ ഒരു ഇടപെടലുകൾ നടത്തും. ഇങ്ങനെ ആളില്ലാ പാർട്ടികളുടെ സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ ഭാരവാഹികളൊക്കെ സ്ഥാനാർത്ഥിത്വം മോഹിച്ചു വന്നാലും അത് നടക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ഉള്ള ഒരു ആർജവം അദ്ദേഹം കാണിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷനകത്ത് വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനാണ് ചുമതല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രവർത്തകരെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ബഹളങ്ങൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലൊക്കെ നടക്കുമ്പോഴും അടിത്തട്ടിൽ ഓരോ വാർഡുകളിലും കൃത്യമായിട്ട് പ്രവർത്തകർക്ക് പരിശീലനം നൽകി ആ പ്രവർത്തകരെ കൊണ്ട് വോട്ട് ചേർക്കാത്ത ആളുകളുടെ വോട്ടൊക്കെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ ചേർക്കുന്നുണ്ട് എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ചില ലൊട്ടിലൊടുക്ക് നേതാക്കന്മാരും ഈ ഘടകകക്ഷികളുടെ ലൊട്ടിലൊടുക്ക് നേതാക്കന്മാരും കൂടെ ചേർന്ന് UDF-ന്റെ സാധ്യതകളെ ഇല്ലാതാക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുള്ളൂ. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെയല്ല. ഇപ്പുറത്തെ LDF-നെ സംബന്ധിച്ചിട്ട് കൃത്യമായ ഒരു പ്രവർത്തനം, അതായത് കേഡർ സ്വഭാവത്തോടു കൂടി തന്നെയുള്ള ഒരു പ്രവർത്തനമുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും CPM ഇപ്രാവശ്യവും അവലംബിക്കാൻ പോകുന്ന ഒരു രീതി എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുസമ്മതരായിട്ടുള്ള സ്വതന്ത്രരെ എനിക്ക് തോന്നുന്നു ഇപ്പൊ 19,000-ഓളം സീറ്റുകളാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുന്നത്. മൊത്തം ഏകദേശം 22,000-ഓളം സീറ്റുകളുണ്ട്. കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം കൂടെ ഉൾപ്പെടെ ഇപ്രാവശ്യം അതിനകത്ത് വർധനവും വന്നിട്ടുണ്ട്. പൊതു സ്വതന്ത്രരെ മത്സരിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക, ആ സീറ്റുകൾ നേടുന്നതിലൂടെ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊർജം, പ്രവർത്തകർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രിതല പഞ്ചായത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് UDF-നും അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ LDF-നും അനിവാര്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഈ BJP-യുടെ സാധ്യത എങ്ങനെയായിരിക്കും? BJP കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം? BJP-യെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിലിരിക്കുന്ന പാലക്കാട് നഗരസഭ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. പാലക്കാടും പന്തളവുമാണ് അവരുടെ കൈവശമുള്ളത്. ഈ പറയുന്ന പന്തളം നഗരസഭയും അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണുള്ളത്. കാരണം പന്തളത്തെ BJP-യുടെ ചെയർപേഴ്സണും BJP അംഗങ്ങളും തമ്മിലുള്ള തെറിവിളിയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതുകൂടാണ്ട് പാലക്കാടും വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഏകദേശം 6-7 കൗൺസിലർമാർ BJP വിട്ട് UDF-ന്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അവർ ചില പഞ്ചായത്തുകളൊക്കെ നിലനിർത്തി തന്നെ പോകും. അവരുടെ വികസിത കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഈ BJP-യുടെ. അത് സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു 100-ഓളം പ്രവർത്തകർ, BJP പ്രവർത്തകർ ഒരു കേഡർമാരെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേഡർമാരെ പോലെ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു വ്യത്യാസമുണ്ട്. കാരണം അവരെല്ലാ വീടുകളിലേക്കും എത്തുന്നു, നാട്ടിൽ അഭിപ്രായമുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നാട്ടിൽ അഭിപ്രായമുള്ള ആളുകളെ കണ്ടെത്തുന്നു, അവരെ BJP-യിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ വിജയിച്ചാൽ ഒരുപക്ഷെ BJP അവരുടെ നില മെച്ചപ്പെടുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് നമ്മളത് പ്രതീക്ഷിച്ചിരുന്നല്ലോ. പക്ഷേ ഈ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ BJP ഒന്ന് മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ പിന്നീട് അവര് ശാന്തമാകുന്ന ഒരു സാഹചര്യം. മുനമ്പം വിഷയത്തിലൊക്കെ BJP മുനമ്പത്തെ ജനതയെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആദ്യ സമയത്ത് അവർ കൊടുത്ത ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു. ഗ്രീഷ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ അവിടെ പോവുകയും അവിടെയുള്ള ആളുകളെ കാണുകയും ആ വൈദികരെ കേട്ട് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹൈപ്പ് കൊണ്ട് വൈപ്പിനിലൊന്നും ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് BJP-ക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ BJP-യിലേക്ക് ചേർന്നിട്ടുള്ളത് അവിടെ പ്രവർത്തിച്ചിരുന്ന മുൻകാല BJP പ്രവർത്തകർ തന്നെയാണ്. സൈലന്റ് ആയിട്ടിരുന്ന BJP പ്രവർത്തകർ തന്നെ വീണ്ടും ഒന്ന് ആക്റ്റീവായിട്ട് BJP ചേർന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടില്ല. പക്ഷെ സംസ്ഥാന തലത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങള്
ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പാർട്ടി നോക്കത്തില്ല, വ്യക്തികളെ നോക്കത്തുള്ളൂ. തങ്ങൾ വിളിക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് കേസ് വന്നതായിരിക്കും, ഈ ജനമൈത്രി പോലീസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകളെ സംബന്ധിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴൊരു പേടി സ്വപ്നം തന്നെയാണ്. ഈ അടുത്തിറങ്ങിയ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ആളുകളുടെ മനസ്സിനകത്ത് ഭീതി വർദ്ധിക്കുകയാണ് ഇന്ന്. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ വാർഡ് കൗൺസിലർ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ സാധിക്കുന്ന ഒരു ആള്, ഇലക്ട്രിസിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിളിച്ച് തെറി പറയാൻ പറ്റുന്ന ഒരാള്, വെള്ളം മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിളിച്ച് തെറി പറയാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ മാത്രമേ അവർ വാർഡ് കൗൺസിലറായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കത്തുള്ളൂ. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി നാളെ അവിടെ മത്സരിക്കാം, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഈ മുന്നണി സമവാക്യങ്ങളുടെ ഭാഗമായിട്ട് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ അവിടേക്ക് മത്സരിക്കാം, ഇവിടേക്ക് മത്സരിക്കാം എന്നൊക്കെ വിചാരിച്ച് കുപ്പായം തയ്ച്ചിരിക്കുന്നവർക്കൊക്കെ വലിയ നിരാശയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയായാലും ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇപ്രാവശ്യം UDF-ഉം LDF-ഉം NDA-യും സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല.